ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നത്തെ വചനചിന്ത, മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണം. ഒരിക്കലൊരു സമ്പന്നനായ മനുഷ്യൻ വീടില്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു. മനുഷ്യനെ തൻ്റെ വീടിന് വെളിയിൽ വെച്ച് കണ്ടപ്പോൾ ആ മനുഷ്യനോട് കരുണ തോന്നി. നല്ല മഞ്ഞുള്ള ഒരു ദിവസം കമ്പിളിയോ ജാക്കറ്റോ ഇല്ലാതെ അയാൾ തണുത്ത് വിറച്ചുകൊണ്ട് നടക്കുന്നു. ആ ധനികനായ മനുഷ്യൻ ഇങ്ങനെ വിറച്ചു നടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു: ദയവായി ഇവിടെ കാത്തിരിക്കൂ, ഞാൻ എൻ്റെ വീട്ടിൽ പോയി താങ്കൾക്കൊരു ജാക്കറ്റുമായി മടങ്ങി വരാം. ആ സമ്പന്നനായ മനുഷ്യൻ ഭവനത്തിലേക്ക് പോയി. ജാക്കറ്റ് പ്രതീക്ഷിച്ച് ആ മനുഷ്യൻ തണുത്തു വിറച്ച് അവിടെ കാത്തിരുന്നു. ജാക്കറ്റ് എടുക്കുവാൻ പോയ ധനികനായ മനുഷ്യന് ഒരു ഫോൺ കോൾ വന്നു. താൻ ഫോണിൽ സംസാരിച്ച ശേഷം ഊണുമേശയിലേക്ക് പോയി ഭക്ഷണം കഴിച്ചു. ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങുവാൻ തുടങ്ങി. ആ പാവപ്പെട്ട മനുഷ്യൻ ജാക്കറ്റ് ലഭിക്കുവാൻ കാത്തിരിക്കുമ്പോൾ ധനികനായ മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യനെയും അയാൾക്ക് നൽകുവാൻ തീരുമാനിച്ചിരുന്ന ജാക്കറ്റും എല്ലാം മറന്നുപോയി. താൻ ഉറങ്ങി. അടുത്ത ദിവസം അയാൾ നടന്നു നീങ്ങുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ തണുത്ത് മരിച്ചിരിക്കുന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ ഒരു കുറിപ്പുണ്ട്. ധനികനായ മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് താൻ ഓടിച്ചെന്ന് ആ കുറിപ്പെടുത്ത് വായിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ ഇത്രയും നാളും ഒരു ജാക്കറ്റ് ഇല്ലാതെയാണ് ഈ തെരുവിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ താങ്കൾ എനിക്കൊരു ജാക്കറ്റ് നൽകാമെന്ന് വാക്കു പറഞ്ഞു. താങ്കളുടെ വാഗ്ദാനം എനിക്ക് പ്രതീക്ഷകളുണ്ടാക്കി. എൻ്റെ ശരീരം തണുക്കുന്നത് സ്വാഭാവികമായിരുന്നു. എന്നാൽ താങ്കളുടെ വാക്ക് പ്രകാരം തണുത്ത ഒരു ആവരണം പ്രതീക്ഷിച്ചുപോയി. എൻ്റെ ശരീരം ഇന്ന് തണുപ്പിനെ പ്രതിരോധിക്കുവാൻ തയ്യാറാകുന്നില്ല. എൻ്റെ ശക്തി ക്ഷയിക്കുന്നു. താങ്കളെ ഞാൻ വൈകിയും പ്രതീക്ഷിച്ചു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ അനേകർ വന്നേക്കാം, അനേക വാഗ്ദാനങ്ങൾ പറഞ്ഞേക്കാം. നിൻ്റെ കാര്യം ഞാൻ ഏറ്റു, നിനക്കെന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ കാണും എന്നൊക്കെയും വാഗ്ദാനം പറഞ്ഞ അനേകരുണ്ട്. എന്നാൽ നമ്മെ നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ് പറഞ്ഞവർ വളരെ വേഗം വാക്കുകൾ മറന്നു പോകുന്നത്. എന്നാൽ വാക്കുകൾ മറന്നു കളയുക എന്നത് മനുഷ്യ സഹജമാണ്. നാം നമ്മുടെ ഓരോ ദിവസവും മനുഷ്യൻ്റെ വാക്കുകളിൽ പ്രതീക്ഷ വച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യർ അങ്ങനെയാണ്. അവർ അവരുടെ വാക്കുകൾ പാലിക്കുവാൻ കഴിയാതെ പോകുന്നു. വാക്ക് പറഞ്ഞവരും ഉറപ്പു തന്നവരും അവരുടെ തീരുമാനങ്ങളിൽ നിന്ന് മാറുമ്പോൾ നമ്മോട് ചേർന്ന് വന്ന് നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നീതിയുള്ള വലങ്കൈ കൊണ്ട് നമ്മെ താങ്ങുന്ന ഒരേ ഒരു ദൈവമുള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. നമ്മോട് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്ക് നാം മറന്നുപോയാലും തക്ക സമയത്ത് നമ്മുടെ ചാര വന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തി, നാം മറന്നുപോയാലും നമ്മുടെ ദൈവം നമ്മെ മറക്കാതെ നമ്മെ മുന്നോട്ട് നടത്തുന്നു, വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കുന്നു. നാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും ലക്ഷ്യമില്ലാതെ ചുറ്റി നടക്കുമ്പോഴും മരുഭൂമിയിൽ പട്ടുപോകാതെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ ദൈവം വഹിച്ചു. കാറ്റും കൊടുങ്കാറ്റും കടലും കോളും മഞ്ഞും മഴയും വെയിലും അന്ധകാരവും നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ കടന്നു വന്നിട്ടും നാം തളരാതെ നിന്നതിൻ്റെ കാര്യം നാം അറിയാതെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും നൽകി നമ്മെ മുന്നോട്ട് വഴി നടത്തി. കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും കർത്താവ് നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു. ആകയാൽ ജീവനുള്ള കർത്താവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കണം. നാം വിചാരിച്ച രീതിയിൽ ജീവിതം ക്രമപ്പെടുത്തിയാൽ, മനുഷ്യനിൽ നാം ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുവാനിടയാകും. പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടും ദൈവമുഖത്ത് മാത്രം നോക്കി അനേകം ഭക്തന്മാർ വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. ഭക്തനായ അബ്രഹാമും സാറയും ഒന്നും നോക്കാതെ അവർ ദൈവം നൽകിയ വാഗ്ദത്തത്തിൽ ഉറച്ചു വിശ്വസിച്ചു. ആകാശത്തെ നക്ഷത്രങ്ങളെപ്പോലെയും കടലിലെ മണത്തരികളെപ്പോലെയും സന്താനങ്ങളെ നൽകാമെന്ന് ദൈവം വാഗ്ദത്തം നൽകുമ്പോൾ ഭക്തനായ അബ്രഹാമിൻ്റെ വയസ്സ് 75 സാറ അബ്രഹാം 25 വർഷം വാഗ്ദത്ത നിവൃത്തീകരണത്തിനായി കാത്തിരുന്നു. ഇസഹാക്ക് ജനിക്കുമ്പോൾ
ഭക്തനായ അബ്രഹാമിന് 100 വയസ്സും സാറയ്ക്ക് 90 വിശ്വാസവും ആശ്രയവും ക്ഷമയും നമുക്ക് ആവശ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആരെല്ലാം മറന്നാലും നമ്മുടെ ദൈവം വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് മാറത്തില്ല. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നു, വ്യാജം പറവാൻ അവൻ മനുഷ്യനല്ല. അതേ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, വാഗ്ദത്തം നൽകിയ ദൈവം വാക്ക് നിവർത്തിക്കും. ആകയാൽ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം. മനുഷ്യൻ്റെ വാക്കുകൾ കേൾക്കരുത്, മനുഷ്യൻ്റെ വാക്കുകൾ വിശ്വസിക്കരുത്. നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കഷ്ടതയിൽ ഇറങ്ങി വരുന്ന, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ജീവനുള്ള ദൈവം കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആകയാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.